കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നാളെ 25 കോടിയുടെ ഭാഗ്യം തേടിയെത്തുന്നവരുടെ തിരക്കാണ് സംസ്ഥാനത്തെ ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളിൽ. തിരുവനന്തപുരം പഴവങ്ങാടിയിൽ നിന്നും VS അനന്തു തയ്യാറാക്കിയ റിപ്പോർട്ട്. ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നറിയാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ലോട്ടറി വകുപ്പ് ഓണം ബമ്പറിന്റെ പരസ്യത്തിൽ പറഞ്ഞതുപോലെ എടുത്താലേ അടിക്കൂ. അത് നാട്ടുകാർ ഏറ്റെടുത്ത മട്ടാണ്. എല്ലാ ലോട്ടറി വിൽപ്പനശാലകളിലും വളരെ വലിയ തിരക്കാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ലോട്ടറി വിൽപ്പനശാലകളിലെല്ലാം വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ ഭാഗ്യാന്വേഷികൾ ലോട്ടറി വിൽപ്പനശാലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവസാന നിമിഷവും ലോട്ടറി എടുത്ത് ഭാഗ്യ പരീക്ഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ചെറിയ പ്രൈസ് അടിക്കുമെന്നൊരു വിശ്വാസം. വലിയ പ്രൈസ് വേണ്ട, ഒരു കുഞ്ഞു പ്രൈസ് മതി. ടിക്കറ്റ് 4 ടിക്കറ്റ് എടുത്തോം. ചെന്നൈ. ஆமா சென்னை. ஆமா அடிக்க வந்தோம். 500 ടിക്കറ്റ് ബമ്പർ. ஆமா திருவனந்தபுரத்துக்கு எடுத்தோம். ஆமா ஆமா எல்லாம் അടിക്കും. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഈ പാലക്കാടെല്ലാം ഒരുപാട് ടിക്കറ്റുകൾ സമ്മാനം അടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, ചെന്നൈയിൽ നിന്നുള്ളവരെല്ലാം ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് അതിശയകരമായ വസ്തുതയൊന്നുമല്ല. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ടിക്കറ്റുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നെടുക്കുന്നവരും ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിൽപ്പനക്കാരുടെ അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നും. മഴ ആദ്യമേ കുറവായിരുന്നു. ഇപ്പൊ മഴ തോന്നിയിരിക്കുന്നതുകൊണ്ട് കച്ചവടം ഇപ്പൊ ആൾക്കാർ കയറുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ഥലം കേട്ട് വരുന്നത് പാലക്കാടും തിരുവനന്തപുരമാണ് കേട്ട് വരുന്നത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പാലക്കാടും തിരുവനന്തപുരവും ഉള്ള ടിക്കറ്റുകൾക്കാണ് കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ആവശ്യക്കാർ വരുന്നത്. ഈ പാലക്കാട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടിക്കുമെന്നുള്ളൊരു ധാരണയുണ്ട്. പൊതുവെ അവിടെ കൂടുതൽ സമ്മാനങ്ങൾ വീഴുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. എന്തായാലും പാലക്കാടെയും തിരുവനന്തപുരത്തെയും ടിക്കറ്റുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ. എന്തായാലും ഓണം ബമ്പറിന്റെ ആവശ്യക്കാർ ഒരല്പം പോലും കുറവല്ല. അച്ചടിച്ച 75 ലക്ഷം ടിക്കറ്റുകളും ഏജൻസികൾക്ക് വിറ്റ് കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് വരുന്നത്. പാലക്കാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകളും വിറ്റഴിച്ചത്. ഏകദേശം 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഈ അച്ചടിച്ച 75 ലക്ഷം ടിക്കറ്റുകളും ഏജൻസികൾക്ക് വിറ്റു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും മലയാളി ലോട്ടറി ഈ ഭാഗ്യാന്വേഷണം ഒരു കാരണവശാലും നിർത്തുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ആവേശത്തോടുകൂടി അവർ ടിക്കറ്റുകൾ വാങ്ങുന്നുണ്ട്. 1ഉം 2ഉം 10ഉം ടിക്കറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് ഈ കോടീശ്വരൻ അല്ലെങ്കിൽ ഈ ഭാഗ്യ ദേവത കടാക്ഷിക്കുന്നത് ആരെയെന്ന് നമുക്ക് അറിയാൻ ബാക്കിയുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ സത്യരാജിനൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.